യെസ്, എന്തായാലും സമസ്തയും ലീഗും ഇന്ന് നടത്താനിരിക്കുന്ന സമവായ ചർച്ചകളുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം സീറോ അവർ കടക്കുന്നത്. സമസ്തയിലെ സമവായ ചർച്ച അനിശ്ചിതത്വത്തിൽ. ലീഗ് വിരുദ്ധ വിഭാഗം ഇന്ന് ചേരാൻ നിശ്ചയിച്ച സമവായ യോഗത്തിൽ പങ്കെടുക്കില്ല. അതേസമയം ലീഗ് അനുകൂലികൾ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ നൽകാനായി ഷബീർ ഒമറും ഒപ്പം തന്നെ മുഹമ്മദ് അസ്ലവുമുണ്ട്. ആദ്യം മുഹമ്മദ് അസ്ലമിലേക്ക് വിവരങ്ങൾക്കായി പോവുകയാണ്. അസ്ലം, ഇന്നിപ്പോൾ നടത്താനിരിക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ആശങ്കയുണ്ടായിരുന്നു. ചർച്ച നടക്കുമോ, ലീഗ് വിരുദ്ധ ചേരി അതിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഒരു അന്തിമ തീരുമാനം വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിന് മുൻപ് ഇപ്പോൾ തന്നെ ലീഗ് അനുകൂലികളുടെ യോഗം കൂടി നടക്കുന്നുണ്ട്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം 11-ന് മുഷാവറ ചേരാനിരിക്കുകയാണ്. അതിനു മുൻപ് പ്രശ്നം വളരെ രമ്യതയിൽ പരിഹരിക്കേണ്ട ആവശ്യവുമുണ്ട്. അപ്പോൾ ഇന്ന് നടക്കാൻ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പ്രതീക്ഷ വെക്കാവുന്ന ഒരു സാഹചര്യമാണോ അസ്ലം നിലവിലുള്ളത്? CEC-യുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം, അത് ലീഗിനോടുള്ള അഭിപ്രായ വ്യത്യാസം നേരത്തെ ഉണ്ടായിരുന്ന വിഭാഗക്കാർ അതുകൂടി എത്തിയോടുകൂടി കുറച്ചുകൂടി രൂക്ഷ പല ഘട്ടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാവുകയും പരസ്യമാവുകയും ചെയ്തിരുന്നു. അതേസമയം ഇത് സംഘടനയ്ക്കകത്തുള്ള ഒരു ചർച്ച എന്ന അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് സമസ്ത ആദർശ സംരക്ഷണ വേദി എന്ന പേരിൽ ലീഗ് അനുകൂലി ഒരു വേദി രൂപീകരിക്കുകയും പരസ്യമായി തന്നെ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ ഒരു വിഴുപ്പലക്കലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം ഇരു വിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മലപ്പുറത്ത് ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. 2 വിഭാഗങ്ങളും പങ്കെടുക്കുമെന്നായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ച അറിയിപ്പ്. അതേസമയം ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് ലീഗ് വിരുദ്ധ വിഭാഗം എടുക്കുന്നുണ്ട്. അവർ ഉന്നയിക്കുന്നൊരു കാര്യം, ഈ സമസ്ത ആദർശ സംരക്ഷണ വേദി എന്ന് പറയുന്ന വേദിയിൽ ഒരു പ്രത്യേക വേദി, സമാന്തരമായ ഒരു വേദി രൂപീകരിച്ചതിൽ സ്വാഭാവികമായിട്ടും അതൊരു സംഘടനാ അച്ചടക്ക ലംഘനമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഈ 11-ാം തീയതി നടക്കുന്ന മുഷാവറയിൽ നടപടിയുണ്ടാവും. എന്നാൽ അതിന് മുന്നോടിയായി തന്നെ ഒരു ചർച്ച നടത്തിക്കൊണ്ട് കാര്യങ്ങൾ പോകുന്നത് ശരിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകില്ല സമസ്ത ആദർശ വേദി പിരിച്ചുവിട്ടുകൊണ്ട് അവർ സ്വാഭാവികമായും സമസ്തയുടെ നേതാക്കൾ എന്ന തരത്തിൽ ചർച്ചയ്ക്ക് വരണം. അല്ലാത്ത പക്ഷം മുഷാവറയിൽ എന്താണോ നിലപാടെടുക്കുന്നത്, സമസ്ത ആദർശ സംരക്ഷണ വേദിയോട് എന്ത് നിലപാടെടുക്കുന്നു, നടപടിയെടുക്കുന്നു, അതിനുശേഷം ചർച്ചയാക്കാം. മുഷാവറയ്ക്ക് മുമ്പ് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്നൊരു നിലപാടിലേക്കാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതേസമയം സമസ്ത നേതൃത്വം വിളിച്ച ചർച്ചയാണ്. സ്വാഭാവികമായിട്ടും പങ്കെടുക്കണമെന്ന ആവശ്യം ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഒരു വിഷയം പങ്കെടുക്കാനുള്ള സാധ്യത നമ്മൾ അവസാന നിമിഷം പങ്കെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. നിലവിൽ അവർ പങ്കെടുക്കില്ല എന്ന നിലപാട് നിൽക്കുകയാണ്. അതേസമയം ലീഗ് അനുകൂല വിഭാഗം പങ്കെടുക്കുമെന്ന്, കാരണം അവർ പ്രത്യേകിച്ച് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടി അവരുടെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അവിടെ ഷബീർ നമുക്ക് നൽകുന്ന വിവരം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഷബീർ ഒമറിൽ നിന്നുകൂടെ കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിലവിൽ അനിശ്ചിതത്വത്തിലാണോ, പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത ഷബീറിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് കൂടെ അന്വേഷിക്കാം. ഷബീർ, ഇന്നിപ്പോൾ 3 മണിക്ക് ചർച്ച നടക്കാനിരിക്കുകയാണ്. അതേസമയം സംസ്ഥയിലെ ലീഗ് വിരുദ്ധ ചേരി ഇതിൽ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചു. സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണോ ആ വിഭാഗം? ഇത്തരത്തിൽ സമസ്ത നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ലീഗ് അനുകൂലികൾക്ക് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നത് എല്ലാ വിഷയങ്ങളും പരിഹരിക്കാം, ഒരു മധ്യസ്ഥ ചർച്ചകൾ നടത്താം, അതിലൂടെ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഉറപ്പ് നൽകുന്നത്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഷബീർ കേൾക്കാമോ? ഓഡിയല്ല വരുന്നത്, വേറെ ഓഡിയാണ്. യെസ്, ഷബീറിലേക്ക് തിരിച്ചെത്താം. എന്തായാലും ഇന്ന് 3 മണിക്ക് നടക്കാനിരിക്കുന്ന സമവായ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ലീഗ് വിരുദ്ധ വിഭാഗം അതിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കണം. മുഷാവറയ്ക്ക് മുൻപായി പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ചു തീർക്കാനുള്ള സമസ്തയുടെ നീക്കം കൂടി വഴിമുട്ടി നിൽക്കുകയാണ്. അതേസമയം പാണക്കാട് ഇപ്പോൾ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗം ആദർശ സംരക്ഷണ സമിതിയിലെ നേതാക്കളൊക്കെ പാണക്കാട് വന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയായിരിക്കും അതിന്റെ അജണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതിനു മുൻപ് ഷബീർ ഒമറിലേക്കാണ്. ഷബീർ, ഇന്ന് വൈകിട്ട് 3 മണിക്ക് ചർച്ച നടക്കാനിരിക്കെ ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ടോ? അതായത് സംസ്ഥാന നേതാക്കളൊക്കെ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ആലോചിച്ച് മുഷാവറയ്ക്ക് മുൻപായി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ വിമത നീക്കം ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ചർച്ചകൾ വഴിമുട്ടി എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ ഷബീർ? ജിൽസി, ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർക്കുന്ന സമവായ ചർച്ചയ്ക്കും അനിശ്ചിതത്വം നേരിടുന്നു എന്നുള്ളതാണ് ഈ പ്രതിസന്ധി എത്രത്തോളം ഗുരുതരമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക്
മലപ്പുറത്ത് സമവായ ചർച്ച നടക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി തന്നെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നമുക്ക് വിവരം ലഭിച്ചത്. ലീഗ് സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വിവരം ലഭിച്ചത്. എന്നാൽ പിന്നീട് ലീഗ് വിരുദ്ധ വിഭാഗം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുകൂടി അറിയിക്കുന്നു. എന്നാൽ ഇതിനിടെയാണ് ഈ ലീഗ് വിരുദ്ധ വിഭാഗം ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷമാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ അല്ലെങ്കിൽ സമസ്തയിലെ ആദർശ സംരക്ഷണ വേദിയുടെ ഭാഗമായ നേതാക്കൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, പുത്തനഴി മൊയ്തീൻ ഫൈസി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് രാവിലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി സാദിഖ് അലി തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തിയത്. അതായത് ഒരു അനിശ്ചിതത്വം നേരിടുന്നു, സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല, പ്രശ്നപരിഹാരം ഉണ്ടാകില്ല എന്നൊരു സ്ഥിതി വന്ന ഘട്ടത്തിലാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഈ യോഗം ഏതാണ്ട് 1 മണിക്കൂറോളം നേരം നീണ്ടു നിന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ സമസ്ത നേതാക്കൾ മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം സമസ്തയിലെ ലീഗ് അനുകൂലികൾ ഈ യോഗത്തിനെത്തും. മറ്റൊരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ നിലപാടെടുക്കുന്നത്. യോഗം മാറ്റിവെച്ചതായോ അല്ലെങ്കിൽ യോഗം നടക്കില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഈ യോഗത്തിൽ തങ്ങൾ പങ്കെടുക്കുമെന്നാണ് അവരുടെ നിലപാട്. ലീഗ് നേതൃത്വം പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. 11-ന് മുഷാവറ യോഗം ചേരുകയാണ്. അതിന് മുന്നോടിയായി പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുകയായിരുന്നു ഈ സമവായ ചർച്ചയിലൂടെ സമസ്ത ലീഗ് നേതൃത്വം ലക്ഷ്യം വെച്ചത്. എന്നാൽ അതിനിടെയും ചില പ്രതിസന്ധികൾ, അനിശ്ചിതത്വം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടും നേരിടുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതെങ്ങനെയായിരിക്കും പരിഹരിക്കുക എന്നുള്ളതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് 3 മണിക്ക് യോഗം ചേരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനവർ പലവിധ കാരണങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ മുഹമ്മദ് അസ്ലം അടക്കം സൂചിപ്പിച്ച കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവർ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ലീഗ് അനുകൂല വിഭാഗം പറയുന്നത് തങ്ങളെ ആരും ഔദ്യോഗികമായി ഈ ചർച്ച അല്ലെങ്കിൽ ഈ യോഗം മാറ്റിവെച്ചതായി അറിയിച്ചിട്ടില്ല. തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി കൃത്യസമയത്ത് തന്നെ ഇവിടേക്ക് എത്തും. സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ലീഗ് അനുകൂലികൾ പാണക്കാട് വന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇന്ന് ചർച്ച വഴിമുട്ടി നിൽക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ലീഗ് അനുകൂല വിഭാഗം ആദർശ സംരക്ഷണ വേദിയൊക്കെ രൂപീകരിച്ചിരുന്നു. സ്വാഭാവികമായും അത്തരം ഒരു ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടല്ല ചർച്ച നടത്തേണ്ടത് എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ലീഗ് വിരുദ്ധ ചേരി എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന സമവായ യോഗത്തിന് മുന്നോടിയായി ഈ വിഭാഗം ലീഗ് അനുകൂല വിഭാഗം, അതായത് ആദർശ സംരക്ഷണ സമിതി നേതാക്കൾ വന്നിട്ട് പാണക്കാടെത്തി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. സ്വാഭാവികമായും അതിലും ഒരു എതിർപ്പ് ഈ ലീഗ് വിരുദ്ധ ചേരിക്ക് ഉണ്ടാവാനിടയില്ലേ? തീർച്ചയായും ആ നിലയ്ക്കുള്ള എതിർപ്പ് ആ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതേസമയം തന്നെ അവർക്കതിന് പലവിധ കാരണങ്ങൾ പറയാം. അതായത് ഈ യോഗവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായി യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് തങ്ങൾ എത്തിയതെന്നതടക്കമുള്ള വാദങ്ങൾ ലീഗ് അനുകൂല വിഭാഗത്തിന് ഉന്നയിക്കാം. എന്തായാലും ഈ വിഭാഗം തമ്മിലുള്ള തർക്കം അതിരൂക്ഷമാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല പലവിധ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടടക്കം വിമർശനങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും സമസ്ത മുഷാവറ യോഗത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ആദർശ സംരക്ഷണ വേദി രൂപീകരണം, ഒപ്പം തന്നെ മറ്റു പല വിഷയങ്ങൾ, പരസ്യ പ്രതികരണം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സമസ്ത മുഷാവറ യോഗത്തിൽ വലിയ വിമർശനം ഇരുവിഭാഗവും നേരിടേണ്ടി വരും. സ്വാഭാവികമായും ഈ ആദർശ സംരക്ഷണ വേദി രൂപീകരിച്ചതിൽ ഒരു നടപടിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങും. ആ നിലയ്ക്ക് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഈ ഒരു സമവായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കിയതെന്നാണ് സമസ്ത വിരുദ്ധ വിഭാഗം പറയുന്നത്. പക്ഷേ ഇപ്പോഴും പറയേണ്ട കാര്യം, അതായത് സമസ്തയുടെയും ലീഗിന്റെയും ഉന്നത നേതൃത്വം ഇടപെട്ടൊരു സമവായ ചർച്ച വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കും. അത് വലിയ വിവാദങ്ങൾ കൂടി വഴിതെളിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെ സമസ്ത വിരുദ്ധ ചേരി ലീഗ് വിരുദ്ധ വിഭാഗം എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഒരു മോശം സന്ദേശം നൽകും. സമൂഹത്തിന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്കിടയിൽ അടക്കം ഒരു അമർഷത്തിനിടയാക്കുമെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക എന്നതിൽ വ്യക്തതയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ഈ യോഗത്തിനെത്തി തന്നെ അത് നേരിട്ട് സമസ്ത നേതൃത്വവുമായും ഒപ്പം തന്നെ ലീഗ് നേതൃത്വവുമായും ഉന്നയിക്കാവുന്നതാണ്. കാരണം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് സമസ്തയുടെ ഉന്നത നേതൃത്വം, അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള ഉന്നത നേതാക്കൾ, പിന്നെ ലീഗിന്റെ ഭാഗത്തു നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ യോഗത്തിൽ വന്ന് ഉന്നയിക്കാമെന്നാണ് മറുവിഭാഗം, അതായത് ലീഗ് അനുകൂല വിഭാഗം
വിഭാഗം പറയുന്നത് ആ പരാതികളിൽ പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകാമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഒരു മോശം സന്ദേശം നൽകും. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ലീഗ് വിരുദ്ധ വിഭാഗം ഈ യോഗത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി 3 മണി വരെ, ഇന്ന് 3 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്, അതുവരേക്കും ഈ യോഗം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗ് അനുകൂല വിഭാഗം ഈ കൃത്യസമയത്ത് തന്നെ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഈ യോഗത്തിലേക്ക് എത്തും. മറ്റ് അറിയിപ്പുകളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇനി അഥവാ യോഗം നടന്നിട്ടില്ല, ഈ അനിശ്ചിതത്വം അല്ലെങ്കിൽ ഈ യോഗത്തിൽ നിന്ന് മറുവിഭാഗം വിട്ടുനിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലീഗ് അനുകൂല വിഭാഗം പരസ്യ പ്രതികരണവും ഉണ്ടായേക്കും. എന്തായാലും മുഷാവറ യോഗത്തിനടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇപ്പോഴൊരു പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ, മുഷാവറ യോഗം ചേരുന്നതിന് മുൻപ് ഒരു സമവായത്തിലെത്തിയില്ലെങ്കിൽ മുഷാവറ യോഗത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും എല്ലാം ഇടയാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു സമവായ ചർച്ച സംഘടിപ്പിക്കുന്നത്. മുഷാവറ യോഗത്തെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും അല്പസമയത്തിനകം ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഷബീർ, എന്തായാലും ലീഗ് നേതാക്കളുടെ അക്കാര്യത്തിൽ ഒരു വ്യക്തത അവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഇന്ന് നടത്ത ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് ലീഗ് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. അപ്പോൾ തന്നെ സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗം കൂടി യോഗവുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഷബീർ, അസ്ലമിലേക്ക് പോവുകയാണ്. അസ്ലം, ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ലീഗിനേക്കാൾ നിർണായകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ അനുകൂലിക്കുന്ന ഒരു ചേരി അവിടെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള 2 ചേരികൾ രൂപപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് സമസ്ത എന്ന സംഘടനയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ലീഗ് വിരുദ്ധ ചേരി ഇന്നത്തെ സമവായ ചർച്ചയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഈ പ്രശ്നങ്ങളെ സമസ്ത കൈകാര്യം ചെയ്യുക? തീർച്ചയായും സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചോളം തലവേദനയായിരിക്കുന്ന ഒരു പ്രശ്നം തന്നെ. കാരണം CAC പ്രശ്നം തന്നെ ഒരിക്കലും പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് ശരിക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണമായി സമസ്ത അല്ലെങ്കിൽ സംസ്ഥയിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. കാരണം ഒരു വിധത്തിൽ ഹക്കീം ഫൈസി ആദർശേരിയെ പുറത്താക്കി CAC-യുമായുള്ള നടപടിയെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഘട്ടത്തിൽ പൊന്നാനി തെരഞ്ഞെടുപ്പിന് ശേഷം ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും CAC-യുടെ നേതൃത്വ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു തീരുമാനം CAC എടുത്തിരിക്കുന്നത് ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ്, സാദിഖലി തങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. അതൊരു സംസ്ഥയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന തുല്യമാണെന്ന് പറയും. ഇതിനെ ചൊല്ലിയാണ് ശരിക്കും സാദിഖലി തങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. പിന്നെ സാദിഖലി തങ്ങൾക്കെതിരെ പരസ്യ വിമർശമായി അതൊരു വശത്ത് മാറുന്നു. അതിനിടയ്ക്കാണ് ഈ സുപ്രഭാതത്തിൽ CPM-ന്റെ പരസ്യം വരുന്നതൊക്കെ വിവാദമാവുന്നത്. ഈ ഒരു ഘട്ടത്തിലൊക്കെ തന്നെയും സാധാരണഗതി ഇതൊക്കെ തന്നെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ആദർശവേദി എന്ന പേരിൽ പ്രത്യേകം രൂപീകരിച്ച് വന്നതോടുകൂടി സമസ്തയ്ക്ക് എന്തായാലും ഈ പ്രശ്നത്തിൽ ഏറ്റവും കുറഞ്ഞ വശം ഈ ആദർശവേദി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം സമസ്തയ്ക്ക് 2 വിഭാഗം എന്ന രീതിയിലേക്ക് മാറുന്നതിനെ എത്രയും പെട്ടെന്ന് തടയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊരു യോഗം വിളിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദർശ സംരക്ഷണ സമിതി ആൾക്കാർ ലീഗ് അനുകൂലികൾ തന്നെ പ്രതീക്ഷിച്ചത് ഇന്നത്തെ യോഗത്തോടുകൂടി ആ വേദി പ്രവർത്തനം നിർത്തണം എന്ന് ആവശ്യപ്പെടുമെന്നുള്ളതാണ്. അതോടുകൂടി അത് നേതാക്കൾ അനുസരിച്ച് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും തുടർന്ന് ഇതിനകത്ത് തന്നെ ഒരു സമവായ ചർച്ചയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുകയും ചെയ്യാമെന്നായിരുന്നു കരുതിയിരുന്നത്. അതേസമയം അവരെ ആദർശ സംരക്ഷണ സമിതിയെ രക്ഷപ്പെടുത്താനുള്ള അവരെ ആൾക്കാരെ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കമായി പിന്നെ ലീഗ് വിരുദ്ധ വിഭാഗം കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ ചർച്ചയ്ക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നേതൃത്വത്തിന് സമസ്ത നേതൃത്വത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ 3 മണിക്ക് ഇന്ന് ഒന്നുകിൽ ഈ യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടും, അല്ലെങ്കിൽ ഈ ലീഗ് വിരുദ്ധ വിഭാഗത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷേ ചെറിയൊരു സമവായ ചർച്ചയെങ്കിലും, കാരണം ഇത്തരത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി പിന്നെ തൽക്കാലം പരസ്യ പ്രതികരണങ്ങളിലേക്കോ പരസ്യ അഭിപ്രായ പ്രകടനങ്ങളിലേക്കോ പോകേണ്ടതില്ല എന്നൊരു മിനിമം കാര്യത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. സംസ്ഥാന നേതൃത്വം പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ തീരുമാനിച്ച ചർച്ച മാറ്റിവെക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ആശയക്കുഴപ്പം ഉണ്ടാവും. മാത്രമല്ല നേരത്തെ ഷബീർ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ 3 മണിക്ക് കൃത്യമായി തന്നെ ഈ ലീഗ് അനുകൂല വിഭാഗം വരികയും മറ്റുള്ള വിഭാഗം വന്നില്ലെങ്കിൽ അവരവിടെ നിന്ന് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നൊരു സാഹചര്യം കൂടിയുണ്ടെന്ന്